CRP ഫൈറ്റ് ക്ലബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. സലാർജംഗ് മ്യൂസിയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ തെലങ്കാനയിലെ ഹൈദരാബാദ് നഗരത്തിൽ മൂസി നദിയുടെ തെക്കേ കരയിലുള്ള ദാറുൽ ഷിഫയിൽ സ്ഥിതി ചെയ്യുന്നൊരു മ്യൂസിയമാണ് സലാർജംഗ് മ്യൂസിയം. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ദേശീയ മ്യൂസിയങ്ങളിലൊന്നാണിത്. ഇത് യഥാർത്ഥത്തിൽ സലാർജംഗ് കുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ കലാസമാഹാരമായിരുന്ന മ്യൂസിയത്തിലുള്ള എല്ലാ സൃഷ്ടികളും സലാർജംഗ് മൂന്നാമൻ്റെ മരണശേഷമാണ് ഇത് രാജ്യത്തിന് നൽകിയത്. 1951 ഡിസംബർ 16 ഇത് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണിത്. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള 3 കെട്ടിടങ്ങളിലെ ഏകദേശം 2 നിലകളിൽ 38 ഗാലറികളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 38 ഗാലറികളായിട്ടാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ ബ്ലോക്ക് മൊത്തത്തിൽ ഈ കെട്ടിടം മൊത്തത്തിൽ 3 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക്, അതിനെ മിർ ലേക്ക് അലി ഖാൻ ഭവൻ എന്ന് പറയും. പിന്നെ ഒന്ന് വെസ്റ്റേൺ ബ്ലോക്ക്, മിർ തുരാബ് അലി ഖാൻ ഭവൻ എന്നാണ് അത് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് ഇന്ത്യൻ ബ്ലോക്ക്. ഇങ്ങനെ 3 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഗാലറികളിൽ 27 എണ്ണം മ്യൂസിയത്തിൻ്റെ ഇന്ത്യൻ സെൻട്രൽ ബ്ലോക്കിലാണ്. ആ ഒരു പേര് നൽകിയ ബ്ലോക്കിലാണ് ഇതിനകത്ത് 27 എണ്ണം ഉള്ളത്. ഈ മ്യൂസിയത്തിൻ്റെ വെസ്റ്റേൺ ബ്ലോക്കിൽ 7 ഗാലറികളുണ്ട്, ഈസ്റ്റേൺ ബ്ലോക്കിൽ 4 ഗാലറിയുണ്ട്. ഇതിൽ ജപ്പാൻ, ചൈന, ബർമ, നേപ്പാൾ, ഇന്ത്യ, പേർഷ്യ, ഈജിപ്റ്റ്, യൂറോപ്പ്, വടക്കേ അമേരിക്ക ഇവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങളുണ്ട്. പെയിൻറ്റിങ്ങുകൾ, കൊത്തുപണികൾ, തുണിത്തരങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, സെറാമിക്, മെറ്റാലിക് ആർട്ടി ഫാക്റ്റുകളുണ്ട്. പിന്നെ പരവതാനികളുണ്ട്, ഘടികാരങ്ങളുണ്ട്, ഫർണിച്ചറുകളുണ്ട്. എന്നിട്ട് വലിയൊരു ശേഖരം തന്നെയുണ്ട് ഇവിടെ. പിന്നെ ഈ പ്രദർശന വസ്തുക്കൾക്കൊക്കെ പുറമെ ഈ മ്യൂസിയത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറി. ഇതിവിടെ അപൂർവമായ ചില ശേഖരങ്ങളുണ്ട് ഈ ലൈബ്രറിയിൽ. ഏകദേശം 8000-ൽ-അധികം കയ്യെഴുത്ത് പ്രതികളുണ്ട്. 60,000-ൽ-അധികം അച്ചടിച്ച പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറിയിൽ ഒന്നാണിത്. പിന്നെ ഈ മ്യൂസിയത്തിൽ ഏകദേശം പഴയകാല വെപ്പൺസുകൾ, ഒരുപാട് വെപ്പൺസിൻ്റെ ഒരു ശേഖരമുണ്ട്. അതിനകത്ത് ഫ്ലിൻ ലോക്സ്, മാച്ച് ലോക്സ്, റീപർക്കഷൻ ലോക്സ്, മസിൽ ലോഡിംഗ് ഗൺസ്, ബ്രീച്ച് ലോഡിംഗ് ഗൺസ്, ഓട്ടോമാറ്റിക് ഗൺസ്, അങ്ങനെ പിന്നെ ഓർഡിനറി പിസ്റ്റൾസ് ഉണ്ട്, ഡ്യുവലിംഗ് പിസ്റ്റൾസ് ഉണ്ട്, റിവോൾവറുകളുണ്ട്. ഇങ്ങനെ ഒരു പിടി ആയുധങ്ങളുടെ ഒരു ശേഖരമുണ്ട് ഇതിനകത്ത്. 17-ാം നൂറ്റാണ്ട് മുതലുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരമുണ്ട്. ഏകദേശം 1200ഓളം ആയുധശേഖരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 196ഓളം ഫയർ ആംസ്, അതിനകത്ത് റൈഫിൾസ് എല്ലാം കൂടി ചേർത്ത് ഏകദേശം 196ഓളം ഫയർ ആംസ് ഉണ്ട്. പിന്നെ വാളുകൾ, ഷീൽഡ്സ്, ചെസ്റ്റ് പ്ലേറ്റ്സ്, ഹെൽമെറ്റുകളുണ്ട്, ആർമർ സ്യൂട്ടുകളുണ്ട്. അതെല്ലാം ഏകദേശം 16-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ആർമർ ഐറ്റംസ് ഏകദേശം ഉണ്ട്. ഇന്ത്യക്കകത്തു നിന്നല്ലാതെ തന്നെ പേർഷ്യ, തുർക്കി, ഫ്രാൻസ്, സ്പെയിൻ, നേപ്പാൾ, ഇംഗ്ലണ്ട്, ബർമ, ജപ്പാൻ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരമുണ്ട്. പിന്നെ വാളുകൾ, തബാർസ്, ഹെൽമെറ്റ്സ്, ഡാഗേഴ്സ് ഇതെല്ലാം ഡമാസ്കസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡമാസ്കസ് സ്റ്റീലിൽ ഉണ്ടാക്കിയ ഈ വിധ വാളുകളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ പേർഷ്യൻ, ടർക്കിഷ് വാളുകൾ, പിന്നെ അതൊക്കെ പല ഇടത്തു നിന്നുള്ള കളക്ഷൻസ് ഇവിടെ അത് കാണാൻ സാധിക്കും നമുക്ക്. ഇതുകൂടാതെ ഈ നേപ്പാളീസ് ധാസ് വാർഡ് എന്ന് പറയുന്ന ഒരു സൈസ് വാള്, ക്രൈസ് വാർഡ്സ് ഓഫ് ബർമയുടെ ഒരു ആയുധം, പിന്നെ ഇതുകൂടാതെ സമുറായ് സ്വാർഡ്സ് ഓഫ് ജപ്പാൻ, ജപ്പാൻകാരുടെ സമുറായ് സ്വാർഡ്സ് എന്നറിയപ്പെടുന്ന ആ വാള്, ഇതിൻ്റെ എല്ലാം ഒരു നല്ലൊരു ശേഖരമുണ്ട് ഇവിടെ. ഇതെല്ലാം കൂടാതെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, പിന്നെ മുഹമ്മദ് ഷാ ഗാസി ഇവരുടെയും ആയുധങ്ങൾ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഇന്ത്യക്കാർക്ക് 20 രൂപയുള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഫോറിനേഴ്സിനാണെങ്കിൽ 500 രൂപയാണ് ഒരാൾക്ക്. ഇത് 20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 2000 രൂപയുടെ ടിക്കറ്റിനുള്ള വാല്യൂവിനുള്ള കാണാനുണ്ട്. അപ്പം അത്രമേലുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്. ഇത് ഉറപ്പായിട്ടും കാണേണ്ടതാണ്. സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദ് വരുന്നവർ ഉറപ്പായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് സലാർജംഗ് മ്യൂസിയത്തെക്കുറിച്ചാണ്, ഹൈദരാബാദിലുള്ള സലാർജംഗ് മ്യൂസിയത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു
എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു സ്പോട്ടിനെ കുറിച്ചായിരിക്കും, ഹൈദരാബാദിലുള്ള അടുത്തൊരു സ്പോട്ടിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.